ആദരണീയരായ ഉസ്താദ്മാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പുണ്യവേദിയിൽ നിങ്ങളുമായി രണ്ട് വാക്ക് സംസാരിക്കാൻ തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ പ്രവാചക പ്രകീർത്തനങ്ങൾ ഭൂലോകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ ആ പ്രവാചകനെ പറ്റിയല്ലാതെ മറ്റാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുക? സുഹൃത്തുക്കളെ, ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? തരിശായ മരുഭൂമിയുടെ മണ്ണിൽ കൊടും ചിന്തകളുമായി തിന്മകളും നന്മകളും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അധപ്പതിച്ച അറബികളെ കൈപിടിച്ചുയർത്തി അവരുടെ മൂടത്തരങ്ങളെ കാറ്റിൽ പറത്തി അവരുടെ ജാഹിലിയ സംസ്കാരത്തെ മാറ്റി ലോക നേതാക്കളാക്കി അവരുടെ കാരുണ്യത്തിന്റെ കെടാത്ത വിളക്കുകളാക്കി അവരെ ഈ മഹത്തായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളായി മാറ്റിയതിന്റെ മഹത്വം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഡോക്ടർ ബർണാഡ് ഷാ പറയുന്നു, I love Muhammad and his ability. He is not just a prophet but a scientist and sociality. മുഹമ്മദ് കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമാണ്. നടക്കുന്ന ജീവികളെയും പറക്കുന്ന പക്ഷികളെയും ഇഴയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങൾ കൊണ്ട് തർക്കിച്ചിരുന്ന ലോക ജനതയെ ഏകോപന സഹോദരങ്ങളാക്കി മാറ്റി. കറുത്തവനേക്കാൾ വെളുത്തവനോ അനറബിയേക്കാൾ അറബിക്കോ സ്ഥാനം നൽകാതെ ഹൃദയശുദ്ധി കൊണ്ട് നാദിനിലേക്ക് അടുത്തവനിക്ക് പദവി നൽകി ആദരിച്ച കാരുണ്യത്തിന്റെ പ്രതീകമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വാദിനവും കിരീടവും മുത്തും മാണിക്യവും മരതലവും എല്ലാം തന്റെ കാൽ കീഴിൽ ഉണ്ടായിരിക്കെ തന്നെ ചൂടാത്ത മണ്ണ് കൊണ്ട് പടുത്തിയർത്തിയ മൺചുവരിന്റെ കീഴിൽ ഹീറപ്പായി വിരിച്ച് അന്തിയുറങ്ങി മരുഭൂമിയുടെ മണ്ണിൽ അന്തിയുറങ്ങിയ രാജാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിൽ കുടിക്കുകയും ചെയ്യുന്ന നേതാക്കളാണ് ഇന്ന് ലോകത്തുള്ളത്. പക്ഷേ സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അത് അങ്ങാടിയിൽ പോയി സാധനം വാങ്ങുകയും സ്വന്തം കൈകൊണ്ട് തൂക്കിപ്പിടിച്ച് വരികയും വീട്ടുകാരെയും അയൽവാസികളെയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്ത മറ്റൊരു നേതാവ് ലോകത്തുണ്ടായിട്ടില്ല. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ നാം ജനങ്ങൾക്ക് കാരുണ്യമായിട്ടല്ലാതെ ഇറക്കിയിട്ടില്ല. അതിനാൽ ആ കാരുണ്യത്തിന്റെ പ്രതീകമായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടരുകയും അദ്ദേഹത്തെ സ്നേഹിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.